DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 22 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ SIR അന്തിമ വോട്ടർ പട്ടിക കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 2,60,53,644 കോടി വോട്ടർമാരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വോട്ടർമാർക്ക് തങ്ങളുടെ പേര് പട്ടികയിലുണ്ടോ എന്ന് ഓൺലൈനായി പരിശോധിക്കാൻ കഴിയും. ബൂത്ത് തലത്തിലുള്ള PDF ആണ് ലഭ്യമാവുക. വോട്ടർമാർക്ക് പട്ടികയിൽ പേരുണ്ടോ എന്ന് ഓൺലൈനിലൂടെ പരിശോധിക്കാൻ കഴിയും. അതിനായി electoralsearch.eci.gov.in എന്ന പേജിൽ പ്രവേശിച്ച് സെർച്ച് ബൈ എപ്പിക് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് ഭാഷ തിരഞ്ഞെടുക്കുകയും എപ്പിക് നമ്പർ നൽകുകയും സംസ്ഥാനം തിരഞ്ഞെടുക്കുകയും ചെയ്യണം. താഴെ വരുന്ന ക്യാപ്ച നൽകിയാൽ SIR പട്ടികയിലെ പേര് ലഭിക്കും. ഇതേ പേരിൽ തന്നെ സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ വഴിയും പേര് പരിശോധിക്കാം. സംസ്ഥാനം, ഭാഷ, വോട്ടറുടെ പേര്, വയസ്സ് അല്ലെങ്കിൽ ജനനതീയതി എന്നിവ ആദ്യം നൽകണം. അടുത്ത കോളത്തിൽ വോട്ടർ പട്ടികയിലെ ബന്ധുവിൻ്റെ പേരും സ്ത്രീയാണോ പുരുഷനാണോ എന്നും നൽകുക. പിന്നീട് ജില്ലയും അസംബ്ലി മണ്ഡലവും ക്യാപ്ചയും നൽകിയാൽ പട്ടികയിലെ പേര് വിവരങ്ങൾ ലഭ്യമാകും. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ്. 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണം ഉടൻ ആരംഭിക്കുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത്. കേരളത്തിലെ ഏകദേശം 68,000 കർഷകർ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ചെയ്തിട്ടില്ലാത്തതിനാൽ തുക മുടങ്ങുവാൻ സാധ്യതയുണ്ടെന്ന അറിയിപ്പുകളൊക്കെ എത്തുന്നുണ്ട്. അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ ഉടൻ തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യ ആഴ്ചയോ PM കിസാന്റെ 22ാം ഗഡു എത്തിയേക്കും. അടുത്ത അറിയിപ്പ്, ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഫെബ്രുവരി 25 ബുധനാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് വഴിയുള്ളവർക്ക് ബുധനാഴ്ച വൈകുന്നേരത്തോടെ തന്നെ തുക എത്തും. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണത്തിനായി 2-3 ദിവസത്തെ താമസം ഉണ്ടായേക്കും. അതിനാൽ വെള്ളി, ശനി ദിവസങ്ങളിലൊക്കെയായിരിക്കും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സജീവമാവുക. കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞായിരിക്കും ആദ്യം അക്കൗണ്ടിലെത്തുക. പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ആ തുകയും എത്തുന്നതാണ്. ഇതോടൊപ്പം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 2 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 3,200 രൂപ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന അറിയിപ്പുകളും എത്തുന്നുണ്ട്. അതോടൊപ്പം ഫെബ്രുവരിയിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം പൂർത്തിയായിരിക്കുകയാണ്. അടുത്ത ഘട്ടം മാർച്ച് 10 ശേഷം നടക്കുമെന്ന അറിയിപ്പുകളും എത്തുന്നുണ്ട്. അപേക്ഷിച്ച കൂടുതൽ ആളുകൾക്ക് അടുത്ത തവണ തുക ലഭിക്കുന്നതായിരിക്കും. ഇനിയും അപേക്ഷിക്കാത്തവർ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.